ബി ജെ പിയെ വളർത്താൻ വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പണിയെടുക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അതിൻ്റെ പല ഉദാഹരണമുണ്ട്. ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും ശക്തമായ പങ്ക് വഹിച്ച മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. രാമജന്മഭൂമി ക്ഷേത്രം ഉൾപ്പെടെ അങ്ങനെ പല കാര്യങ്ങളും കോൺഗ്രസ് നിലപാട് ബി ജെ പിയെ രക്ഷപ്പെടുത്താൻ, ബി ജെ പിയെ വളർത്തിയെടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ബി ജെ പിക്ക് അതിന് നന്ദിയുമുണ്ടെന്ന് വ്യക്തമായി തന്നെ നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ പ്രകടമായ ഉദാഹരണങ്ങൾ ഒന്നെന്ന് വെച്ചാൽ 2015 അരുവിക്കര ഉപതെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അരുവിക്കരയിൽ ബി ജെ പിയുമായിട്ടാണ് മത്സരമെന്ന് പറഞ്ഞത്. അന്നൊട്ട് ബി ജെ പിയെ സഹായിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അതുപോലത്തെ ഒരു ശ്രമം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ കാര്യമാണ്. തൃശ്ശൂരിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കാര്യമാണ് ഈ ടി എൻ പ്രതാപൻ പറഞ്ഞിട്ടുള്ളത്. ടി എൻ പ്രതാപൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ, തൃശ്ശൂരിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ്. എന്നുവെച്ചാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. എൽ ഡി എഫിന് അവിടെ ഒരു സാധ്യതയുമില്ലെന്നാണ് അങ്ങനെ ആഞ്ഞടിച്ചേക്കുന്നത്. പക്ഷേ സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂരിൽ ബി ജെ പി വെറും നാമമാത്രമായ വോട്ടുകൾ മാത്രമേ നേടാൻ പോകുന്നുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ എന്തിനു വേണ്ടിയാണ് സംഘപരിവാറിന് വേണ്ടി തൃശ്ശൂർ എം പി ആയ ടി എൻ പ്രതാപൻ കുഴലൂതുന്നതെന്നാണ് ഏറ്റവും വലിയ ചോദ്യം. നമുക്ക് അത് ചോദിക്കേണ്ട അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ വെറുതെ എന്തിനാണ് ബി ജെ പിക്ക് ആവശ്യമില്ലാത്തൊരു വില കൽപ്പിച്ചു കൊടുക്കുന്നത്? ആ ആവശ്യമില്ലാത്ത വില കൽപ്പിച്ചു കൊടുത്ത് ബി ജെ പിയെ ആളാക്കിയെടുക്കേണ്ട ആവശ്യം കോൺഗ്രസിനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. തൻ്റെ പാഠങ്ങളിൽ നിന്ന് കോൺഗ്രസ് എന്ന പാർട്ടി കഴിഞ്ഞ ഒരുപാട് ഇലക്ഷനിൽ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ ഒന്നും പഠിച്ചിട്ടില്ലെന്ന് വ്യക്തമായി മനസ്സിലാവുന്നതാണ് ടി എൻ പ്രതാപൻ്റെ ഈ വാക്കുകൾ. ടി എൻ പ്രതാപന് അത്രയ്ക്ക് പരാജയ ഭീതി ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നാണ് ഇടതുപക്ഷ അനുകൂലികൾ സൈബറിടങ്ങളിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കണക്ക് നോക്കാം. കണക്കെന്ന് പറയുന്നതിനേക്കാൾ ഒരു ഗ്രാഫ് നോക്കാം. ആ ഗ്രാഫിനകത്ത് 2011 നിയമസഭാ ഇലക്ഷൻ തൊട്ട് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ കൂട്ടി പോൾ ചെയ്ത വോട്ടുകളുടെ ഒരു കണക്ക് നോക്കാം. ആ കണക്കിനകത്ത് ഒരേ ഒരു തവണ മാത്രമാണ് എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് ആയിട്ടുള്ളത്. അത് 2019 ലോക്സഭാ ഇലക്ഷൻ സമയത്ത് മാത്രമാണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയാണ്. അത് രാഹുൽ ഗാന്ധിയുടെ വരവും മാത്രമല്ല, മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് മറിഞ്ഞതുമാണ്. പക്ഷേ അതിന്ന് പോലും പാഠം പഠിക്കാതെ ഇപ്പോൾ ബി ജെ പിയെ ആളായിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ടി എൻ പ്രതാപൻ. നമുക്ക് ആ കണക്ക് നോക്കാം. 2011 നിയമസഭാ ഇലക്ഷൻ സമയത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ കിട്ടിയ വോട്ട് 4,20,883. 4 ലക്ഷത്തിനടുത്ത് വോട്ട് യു ഡി എഫിനും കിട്ടി. ബി ജെ പിക്ക് കിട്ടിയത് വെറും 65,548 വോട്ട് മാത്രമാണ്. 2014 നിയമസഭാ ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും 3,88,774 വോട്ട് എൽ ഡി എഫിന് കിട്ടി. 3,50,593 വോട്ട് മാത്രമാണ് ആ സമയത്ത് യു ഡി എഫിന് കിട്ടിയത്. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തോറ്റുപോവുകയും ചേർന്നു. അത് 2014 ലോക്സഭ ഇലക്ഷൻ സമയത്ത് കാര്യമാണ്. 2011 നിയമസഭ ഇലക്ഷനകത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിലെത്തിയത്. ആ സമയത്ത് പോലും എൽ ഡി എഫിൻ്റെ വോട്ടിനെ മറികടക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. വീണ്ടും 2016 നിയമസഭ ഇലക്ഷനിലേക്ക് വരുന്ന സമയത്ത് 2016 നിയമസഭ ഇലക്ഷൻ സമയത്ത് പിണറായി വിജയൻ സർക്കാർ ആദ്യമായിട്ട് അധികാരം ഏറ്റെടുത്ത നിയമസഭ ഇലക്ഷനാണ്. അതിൽ എൽ ഡി എഫ് ഉഗ്രം വിജയമാണ് നേടിയത്. ആ സമയത്ത് 4,71,252 വോട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന് കിട്ടിയത് 3,48,628 വോട്ട്. ബി ജെ പിക്ക് ആ സമയത്ത് 2016 കാര്യമായ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. 2,05,515 വോട്ടിലേക്ക് അവർ എത്തിയിട്ടുമുണ്ട്. പിന്നെ 2019 ലോക്സഭ ഇലക്ഷനകത്ത് ആ സമയത്ത് എൽ ഡി എഫിന് 3,22,215 വോട്ട് മാത്രമാണ് കിട്ടിയത്. യു ഡി എഫിന് 4,14,541 വോട്ട്. ബി ജെ പി ആ സമയത്ത് വോട്ട് കാര്യമായി ഉയർത്തിയിട്ടുണ്ട്. 2,93,405 വോട്ടായിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എൽ ഡി എഫിനെ മറികടക്കാൻ അവർക്കായിട്ടില്ല. 3ാം സ്ഥാനത്ത് മാത്രമാണ് ബി ജെ പി വന്നത്. പിന്നെ 2021 ഇപ്പോൾ കഴിഞ്ഞ നിയമസഭ ഇലക്ഷന് വോട്ട് നോക്കുമ്പോഴത്തേക്കും 4,85,117 വോട്ട് എൽ ഡി എഫിന് കിട്ടി. യു ഡി എഫിന് 3,52,788 വോട്ടുമാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് 2011 മുതൽ കഴിഞ്ഞ 12 വർഷം കാണുന്ന ഓരോ ഇലക്ഷനും എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും
തൃശ്ശൂർ ഒരു ഇടത് കോട്ട തന്നെയാണ്. ഒരേ ഒരു തവണ മാത്രമാണ് തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചത്. അതിന് സാഹചര്യങ്ങൾ വേറെയായിരുന്നു. എന്നിരുന്നാൽ പോലും കൃത്യമായി നോക്കുകയാണെങ്കിൽ 3,20,000 വോട്ട് അപ്പോഴും LDF തൃശ്ശൂരിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മണ്ഡലത്തിലെ MP ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തൃശ്ശൂരിൽ മത്സരം UDFും BJP തമ്മിലാണ്, കോൺഗ്രസും BJPയും തമ്മിലായിരിക്കുമെന്ന്. പക്ഷേ BJP തോൽപ്പിക്കാൻ പോകുന്ന ഞങ്ങളാണെന്ന രീതിയിൽ പറഞ്ഞ് വോട്ട് മറിക്കാനുള്ള ശ്രമമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. BJP വളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ തൃശ്ശൂരിലെ കാര്യം അങ്ങനെയല്ലെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല 2019 പോലെ രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് ഇനി ഉണ്ടാകാൻ പോകുന്നില്ലെന്ന കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യും. ആ സമയത്താണ് ഇങ്ങനത്തെ പുതിയ നാടകങ്ങളുമായിട്ട് ഓരോരോ നാടകങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെ MPമാർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇതുപോലത്തെ മറ്റ് നാടകങ്ങൾ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷന് മുൻപായിട്ട് കേരളത്തിലെ മറ്റ് 19 മണ്ഡലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പക്ഷേ ആദ്യമേ ഒരു പടി മുന്നോട്ട് കയറി എറിഞ്ഞിരിക്കുകയാണ് തൃശ്ശൂരിലെ ലോക്സഭ MP ആയിട്ടുള്ള TN പ്രതാപൻ. അദ്ദേഹം പറഞ്ഞതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം കോൺഗ്രസും BJPയും തമ്മിലായിരിക്കുന്നു. സുരേഷ് ഗോപി ഇത്രയും മോദിയെ കൊണ്ടിറക്കി, അമിത്ഷായെ കൊണ്ടിറക്കിക്കൊണ്ട് അപ്പോഴത്തേക്ക് TN പ്രതാപൻ പേടിച്ചു പോയോ ഇല്ലയോ എന്നുള്ള മറ്റൊരു ചോദ്യം. പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും ആകത്തില്ലെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് MV ഗോവിന്ദൻ മാഷും മറ്റ് CPM പ്രവർത്തകരും മറ്റ് CPM നേതാക്കളും തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ BJP ആളാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ മാത്രമാണ് ഇങ്ങനത്തെ നിലപാടുകൾ അവർ എടുക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു.